ഇന്ത്യയുടെ രാജധാനിയായ ഡൽഹിയുടെ ചരിത്രം ഇന്ത്യയുടെ തന്നെ ചരിത്രമാണ്. ഇന്ത്യയുടെ അറിയപ്പെടുന്ന ചരിത്രം ആരംഭിക്കുന്നത് ഇൻഡസ് വാലി നാഗരികതയിൽ നിന്നുമാണ്. ക്രിസ്താബ്ദം 3300 മുതൽക്കാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഇത് നിലനിന്നിരുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. പിന്നീട് ഹാരപ്പൻ സംസ്കാരം നിലവിൽ വന്നു. ബ്രൗൺസ് ഏജ് എന്നറിയപ്പെട്ടിരുന്ന ഈ കാലഘട്ടത്തിനു ശേഷം ഇരുമ്പ് യുഗവും വേദിക് കാലഘട്ടവും കടന്നുവന്നു. പ്രമുഖ രാജവംശമായ മഹാജനപദയുടെ രംഗപ്രവേശനത്തിനും ഈ കാലഘട്ടം സാക്ഷിയായി. ചരിത്രപുരുഷന്മാരായ മഗധ, മഹാവീര, ബുദ്ധ എന്നിവർ തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകിയതും ഈയിടെയാണ്. പ്രശസ്തനായ അലക്സാണ്ടർ ചക്രവർത്തിയും ഇന്ത്യയുടെ ഭരണസിംഹാസനത്തിലേറുകയുണ്ടായി. ഇതിനിടയിൽ 10 സഹസ്രാബ്ദങ്ങൾ പല നാട്ടുരാജ്യങ്ങളായി വിഘടിച്ചുകൊണ്ട് മൗര്യർ ഭരണം നടത്തി. ഹിന്ദുമതവും സംസ്കാരവും വ്യാപിച്ചതും വികസിച്ചതും ഈ കാലയളവിലാണ്. ഈ കാലഘട്ടത്തെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സുവർണകാലം എന്നും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിൽ ഈ സമയം ചാലുക്യരും ചോളന്മാരും പല്ലവരും പാണ്ഡവരും ഭരണം നടത്തി. ദക്ഷിണ കേരളത്തിന് AD 77 മുതൽക്ക് തന്നെ റോമൻ സാമ്രാജ്യവുമായി വ്യാപാരബന്ധമുണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ കച്ചവടാവശ്യങ്ങൾക്കായെത്തിയ അറബി വ്യാപാരികളിൽ നിന്നും ഇസ്ലാമും ഇവിടെ പ്രചരിക്കപ്പെട്ടു. ക്രിസ്താബ്ദം 712 സിന്ധ് മുൾത്താൻ രാജവംശങ്ങളെ തോൽപ്പിച്ച് അധികാരത്തിലെത്തിയ മുഹമ്മദ് ബിൻ ഖാസിമായിരുന്നു ആദ്യത്തെ മുസ്ലിം ചക്രവർത്തിയായത്. തുടർന്ന് 10 മുതൽ 15 നൂറ്റാണ്ടുകളിൽ നിരവധി പേരുകെട്ട മുസ്ലിം ചക്രവർത്തികൾ ഇന്ത്യയുടെ ഭരണസിംഹാസനങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഭരണം കാഴ്ചവെച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ഡൽഹിയിലെ സുൽത്താൻ രാജവംശവും പ്രശസ്തമായ മുഗൾ രാജവംശവുമെല്ലാം ഈ കാലഘട്ടത്തിലാണ് ഈ ഉപദ്വീപിന്റെ ഭരണ സംവിധാനം നിയന്ത്രിച്ചത്. ഇതിൽ ചരിത്രത്തിന്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ രംഗപ്രവേശനം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. തികച്ചും വ്യതിരക്തമായ സംസ്കാരമായി അത് കടന്നുവന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ സുപ്രധാന കാലഘട്ടമായി ഇത് മാറിയതും മറ്റൊന്നും കൊണ്ടല്ല. ലോകമൊന്നാകെയുള്ള ചരിത്രകാരന്മാരും ഗവേഷകരും ഇത്രയധികം കൗതുകത്തോടെ സമീപിച്ച ഭരണകാലഘട്ടം വേറെയുണ്ടാവില്ലത്ര. മറ്റ് പല രാജവംശങ്ങളെയും നിഷ്പ്രഭമാക്കിയായിരുന്നു മുഗൾ സാമ്രാജ്യം ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും ചരിത്രാന്വേഷകർക്ക് നിത്യവിസ്മയമായത്. ഒട്ടേറെ ഗവേഷണ പ്രബന്ധങ്ങൾ, പുസ്തകങ്ങൾ, ഡോക്യുമെന്ററികൾ, ചലച്ചിത്രങ്ങൾ ഇന്നും ഈ അനുപമ സാമ്രാജ്യത്തിന്റെ പൊരുളുകൾ തേടി നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കലയും സംസ്കാരവും വാസ്തുവിദ്യയുമെല്ലാം ഇത്രയും വളർത്തിയ ഒരു കാലഘട്ടം വേറെ അധികമുണ്ടാവില്ല. പ്രബലരായ മംഗോളിയന്മാരുടെ പിൻതലമുറക്കാരായാണ് മുഗളന്മാരെ ചരിത്രം പരിചയപ്പെടുത്തുന്നത്. മുഗൾ വംശജർ ഇസ്ലാം മതം സ്വീകരിച്ചവരും പ്രധാനമായും പേർഷ്യൻ സംസ്കാരം പുലർത്തിയവരുമായിരുന്നു. പ്രൗഢി നിറഞ്ഞ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നത് ബാബർ ചക്രവർത്തിയെയാണ്. 1483 മുതൽ 1530 വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണം. തുർക്കിയായിരുന്നു ആദ്യകാലത്ത് ബാബറിന്റെ ഭരണകേന്ദ്രം. താരതമ്യേന ചെറുരാജ്യമായ തുർക്കിയിൽ നിന്നും തന്റെ അധീന പ്രദേശങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ത്യയിലും എത്തുകയായിരുന്നു. 1526 ആഗ്രയിലെത്തിയ ബാബർ അന്ന് അവിടെ ഭരിച്ചിരുന്ന ലോധി വംശത്തെ കീഴടക്കി ആ നഗരം പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രശസ്തമായ കൊട്ടാര നഗരമായി ആഗ്ര അറിയപ്പെട്ടു തുടങ്ങി. ബാബറിന്റെ കാലശേഷം പുത്രൻ ഹുമയൂൺ അധികാരത്തിലെത്തി. തന്റെ പിതാവിന്റെ അധീനതയിലുണ്ടായിരുന്ന പല പ്രവിശ്യകളും നിലനിർത്തുന്നതിൽ ഹുമയൂൺ ചക്രവർത്തി ആദ്യകാലങ്ങളിൽ പരാജയപ്പെട്ടു. എന്നാൽ പതിയെ പതിയെ അദ്ദേഹം ഇതെല്ലാം തിരിച്ചു പിടിക്കുകയായിരുന്നു. കലയോടും സംസ്കാരത്തോടുമെല്ലാം ഏറെ ആഭിമുഖ്യം പ്രകടിപ്പിച്ച ഹുമയൂൺ ഈ ഭ്രമം അദ്ദേഹത്തിന്റെ പിൻഗാമിയായ അക്ബർ ചക്രവർത്തിയിലേക്കും പകർന്നു നൽകുകയായിരുന്നു. മുഗൾ സാമ്രാജ്യം ലോകത്തിനു സമ്മാനിച്ച തിളക്കമാർന്ന കാലഘട്ടമായിരുന്നു അക്ബറിന്റേത്. മഹാനായ മുഗൾ ചക്രവർത്തി എന്നാണ് അക്ബറിനെ ചരിത്രത്താളുകളിൽ വിശേഷിപ്പിക്കുന്നത്. 1556 അധികാര സിംഹാസനത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ അക്ബറിന്റെ പ്രായം വെറും 13 വയസ്സായിരുന്നു. 1605 വരെ നീണ്ട ആ ഭരണകാലയളവിൽ ഇന്ത്യയുടെ കിഴക്കൻ പ്രവിശ്യകൾ മുഴുവൻ മുഗൾ സാമ്രാജ്യത്തോട് ചേർക്കാൻ അക്ബറിന് സാധിച്ചു. ആഗ്രയ്ക്കടുത്തുള്ള ഫത്തേപൂർ സിക്രിയായിരുന്നു അക്ബറിന്റെ ദർബാർ.
40 മീറ്റർ ഉയരമുള്ള പ്രൗഢഗംഭീരമായ കവാടത്തോടെയുള്ള ഈ ദർബാർ മുഗൾ സാമ്രാജ്യത്തിന്റെ പെരുമയുടെ പ്രതീകമായിരുന്നു. ദർബാറിന്റെ ഈ കവാടം ബുലന്ദ് ദർവാസ എന്നാണ് അറിയപ്പെടുന്നത്. 1573 ഗുജറാത്ത് പ്രവിശ്യയെ കീഴ്പ്പെടുത്തിയതിന്റെ ഓർമ്മക്കായാണ് അക്ബർ ഈ കവാടം നിർമ്മിച്ചത്. ചെങ്കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ദർബാർ ആഗ്രയിൽ നിന്നും 38 കിലോമീറ്റർ അകലെയുള്ള കുന്നിൻ മുകളിലാണ്. സൂഫി വര്യനായ ഷെയ്ഖ് സെൽമി ചിഷ്തിയുടെ പേരിലുള്ള ഒരു ദർഗയും ഇവിടെയുണ്ട്. 14 വർഷത്തോളം ഫത്തേപൂർ സിക്രിയായിരുന്നു അക്ബറിന്റെ രാജധാനി. പിന്നീട് ആഗ്ര കോട്ടയിലേക്കും ഡൽഹിയിലേക്കുമൊക്കെയായി മുഗൾ സാമ്രാജ്യത്തിന്റെ രാജധാനികൾ മാറ്റപ്പെടുകയായിരുന്നു. ശുദ്ധജലത്തിന്റെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും ദൗർലഭ്യതയായിരുന്നു അത്രേ അക്ബറിനെ ഫത്തേപൂർ സിക്രിയിൽ നിന്നും രാജധാനി മാറ്റുവാൻ പ്രേരിപ്പിച്ചത്. പിന്നീട് താജിന്റെ നഗരം എന്നറിയപ്പെട്ട ആഗ്രയ്ക്കടുത്ത് ആഗ്ര കോട്ട അക്ബർ പണിയുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതായിരുന്നു പിന്നീട് മുഗൾ സാമ്രാജ്യത്തിന്റെ രാജധാനിയും. 1501 സിക്കന്ദർ ലോധിയായിരുന്നു ആഗ്രയെ ഭരിച്ചിരുന്നത്. പാനിപ്പത്തിൽ നടന്ന യുദ്ധത്തിലൂടെ ഈ വാണിജ്യ നഗരത്തെ ലോധിയുടെ പിൻഗാമിയിൽ നിന്നും മുഗൾ സാമ്രാജ്യത്തിന് സമ്മാനിച്ചത് ബാബർ ചക്രവർത്തിയായിരുന്നു. തുടർന്ന് ഈ നഗരവും മുഗൾ സാമ്രാജ്യത്തിന്റെ നാമത്തോടൊപ്പം ലോകം ചേർത്ത് വായിക്കുകയായിരുന്നു. തുകൽ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾക്ക് ഏറെ പേരുകേട്ടതാണ് ഈ വാണിജ്യ കേന്ദ്രം. ചെരുപ്പുകൾ, കാർപ്പറ്റുകൾ തുടങ്ങിയവ തുച്ഛമായി ലഭിക്കുന്ന ഇവിടുത്തെ ബസാറുകൾ ലോകപ്രശസ്തമാണ്. മുഗൾ ഭരണകാലത്തെ ഫത്തേപൂർ സിക്രി, ആഗ്ര ഫോർട്ട്, താജ്മഹൽ തുടങ്ങിയ പ്രമുഖ നിർമ്മിതികൾ എല്ലാം തന്നെ ആഗ്രയിലായിരുന്നു. ബാബർ മുതൽ ഷാജഹാൻ ചക്രവർത്തി വരെ ഇവിടെ ഭരണസിംഹാസനത്തെ അലങ്കരിച്ചിരുന്നു. ആഗ്ര കോട്ടയാണ് ആഗ്രയിലേക്ക് നമ്മെ വരവേൽക്കുന്നത്. 1565 അക്ബർ ചക്രവർത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. ചെങ്കൽ ഭിത്തികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കോട്ടയ്ക്ക് തിലകക്കുറിയായി അതിന്റെ മണ്ണിലും മരത്തിലും തീർത്ത കവാടമുണ്ട്. പൂന്തോട്ടങ്ങളും കുളങ്ങളും അന്തഃപുരങ്ങളും നാലുകെട്ടുകളും ദർബാറുകളുമൊക്കെയായി ഗാംഭീര്യം തുളുമ്പുന്ന കോട്ടകളുടെ കോട്ട തന്നെയാണ് ഈ കോട്ട. മുഗളരുടെ വാസ്തുചാതുര്യത്തിന്റെ തനിമ വിളിച്ചോതുന്നതാണ് ഓരോ നിർമ്മിതിയും. ഒരു കാലഘട്ടം തന്നെ ഈ നിർമ്മിതികൾക്കായി നീക്കിവെച്ചിരിക്കാമോ എന്നുപോലും ആശ്ചര്യപ്പെട്ടു പോകുന്ന കാഴ്ചകൾ. ചെങ്കല്ലും മാർബിളും സമ്മേളിക്കുന്ന ഈ നിർമ്മിതികൾ വാസ്തുസങ്കല്പത്തിന്റെ അതിരുകൾക്കപ്പുറത്തെ വിസ്മയങ്ങളാവുന്നു. ഓരോ കൽപ്പടവുകളിൽ പോലും മുഗൾ ടച്ച് ദൃശ്യമാണ്. ഒരു ശക്തമായ സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്നതിന്റെ തിരുശേഷിപ്പുകളാണിവ. മുഗളന്മാരുടെ രാജധാനിയായും സൈനിക കേന്ദ്രമായും ആഗ്ര കോട്ട നിലകൊണ്ടു. ഇസ്ലാമിക, ഹൈന്ദവ, പേർഷ്യൻ വാസ്തുവിദ്യകളുടെ മിശ്രണമായിരുന്നു ആഗ്ര കോട്ടയിൽ ദർശിച്ചത്. ഇവിടെ ഏറ്റവും ആകർഷിക്കപ്പെടുന്നത് അക്ബർ നിർമ്മിച്ച ജഹാംഗീർ മഹൽ തന്നെയാണ്. രാജ്ഞിമാരുടെ അന്തഃപുരങ്ങളായാണ് ഇത് ഉപയോഗിക്കപ്പെട്ടത്. നാലുകെട്ടുകൾ, വരാന്തകൾ, കിളിവാതിലുകൾ എല്ലാം ചേർന്ന് രാജകീയ മുദ്രകൾ നിറഞ്ഞതാണ് ഈ അന്തഃപുരങ്ങൾ. ഷാജഹാന്റെ കാലത്ത് പണിത ഗാസ് മഹൽ, ശീഷ് മഹൽ എന്നിവയും ഏറെ പ്രൗഢി നിറഞ്ഞതാണ്. രാജ്ഞിമാർക്കുള്ള അന്തഃപുരങ്ങൾ തന്നെയായിരുന്നു ഇവയൊക്കെയും. ശീഷ് മഹൽ അക്ഷരാർത്ഥത്തിൽ ചില്ലുകൊട്ടാരം തന്നെയാണ്. മുസമ്മൻ ബുർജിന്റെ അകത്തളങ്ങൾ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. മുഗൾ സാമ്രാജ്യത്തിലെ നാരീരത്നങ്ങളായിരുന്ന നൂർജഹാനും മുംതാസ് മഹലുമെല്ലാം വസിച്ചത് ഇവിടെയായിരുന്നു. ഇതേ മുസമ്മൻ ബുർജിൽ കിടന്നാണ് സ്വന്തം പുത്രനായ ഔറംഗസീബിനാൽ തടവിലാക്കപ്പെട്ട ഷാജഹാൻ താജ്മഹലിനെ നോക്കി അന്ത്യനാളുകൾ എണ്ണിയത്. ഇതാണ് ദിവാനി അയാം. ഇവിടെയാണ് ഷാജഹാൻ ചക്രവർത്തി പ്രജകളെ അഭിസംബോധന ചെയ്തിരുന്നത്. നിത്യേന പരാതികളും ആവലാതികളുമായെത്തുന്ന പൊതുജനങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടതും ഇവിടെ നിന്നുമത്രേ. പ്രശസ്തമായ മയൂര സിംഹാസനവും ഈ ദർബാറിലാണ് ഉണ്ടായിരുന്നത്. ഷാജഹാൻ തന്റെ കാരാഗ്രഹവാസക്കാലം പ്രാർത്ഥനകൾക്കായി ഉപയോഗിച്ച മോത്തി മസ്ജിദും ഒരു കാലഘട്ടത്തിന്റെ മായാത്ത സ്മരണയായി ഇവിടെയുണ്ട്. ചെങ്കല്ലുകൊണ്ടുള്ള ഭിത്തിയിൽ വെണ്ണക്കല്ലുകൾ വിരിച്ച് 3 മനോഹരമായ മകുടങ്ങൾ കൊണ്ട് അലങ്കൃതമായതാണ് മോത്തി മസ്ജിദ്. മഹാനായ അക്ബറിന്റെ സ്മരണകൾക്ക് മുൻപിൽ മൂകസാക്ഷിയായി ഈ കോട്ടയും നഗരവും ഇന്നും നെഞ്ചുയർത്തി നിൽക്കുന്നു. അക്ബർ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു. അടുത്തത് ജഹാംഗീറിന്റെ ഊഴമായിരുന്നു. 1605 മുതൽ 1628 വരെ നീണ്ട ഭരണത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ വ്യാപനത്തിൽ ഏറെ മുന്നേറാൻ ജഹാംഗീറിനായി. വെട്ടിപ്പിടിക്കലുകൾക്കും പകപോക്കലുകൾക്കും സമയം കളയാതെ കലയിലും സംസ്കാരത്തിലും കൂടി
മുഗൾ മുദ്ര പതിപ്പിച്ച പ്രതിഭാധനനായ ചക്രവർത്തിയായിരുന്നു ജഹാംഗീർ. മുഗൾ കാലഘട്ടത്തിലെ കലയുടെ സുവർണകാലമായി ജഹാംഗീറിന്റെ ഭരണം അറിയപ്പെട്ടതും മറ്റൊന്നും കൊണ്ടല്ല. ജഹാംഗീറിന്റെ ഭരണ നേട്ടങ്ങൾക്കു പിന്നിൽ സാമർഥ്യം നിറഞ്ഞ ഒരു വനിതയുടെ സാന്നിധ്യം ചരിത്രം പ്രത്യേകം എടുത്തു പറയുന്നു. അത് ജഹാംഗീറിന്റെ പത്നിയായിരുന്ന മെഹറുന്നീസ എന്ന നൂർ ജഹാനായിരുന്നു. മുഗൾ കാലഘട്ടത്തിലെ സമർത്ഥയായ രാജ്ഞി എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ നൂർജഹാൻ പരാമർശിക്കപ്പെടുന്നത്. വാണിജ്യകാര്യങ്ങളിൽ വരെ വളരെ ധീരമായി തന്നെ നൂർജഹാൻ ഇടപെടുകയുണ്ടായി. പേരുപോലെ മുഗൾ സാമ്രാജ്യത്തിന്റെ വെളിച്ചമാവുകയായിരുന്നു നൂർജഹാൻ. താൻ പരിപോഷിപ്പിച്ചെടുത്ത കലയുടെ സമ്പന്ന പാരമ്പര്യം ഭദ്രമായ കൈകളിൽ ഏൽപ്പിച്ചായിരുന്നു ജഹാംഗീർ കാലത്തിനോട് വിട പറഞ്ഞത്.